മമ്മൂക്കും വിനായകനും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ പെർഫോമൻസ്. പേഴ്സണലി ആസ് എൻ ഓഡിയൻസ് കണ്ടുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന്, അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മമ്മൂക്കായെ പോലും മഹാനടൻ്റെ വേറൊരു നടന വിസ്മയം അല്ലേ? മമ്മൂക്കയുടെ ഓപ്പോസിറ്റ് ചാടി വീണ് അവിടെ നിന്ന് ഇവിടെ എത്തി മമ്മൂക്കയുടെ ഒരു നായികയായിട്ട് നിൽക്കുമ്പോൾ ഭയങ്കര പ്രൗഡായിട്ടുണ്ട്. ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് മമ്മൂക്ക പോലെ വലിയൊരാളുടെ കോമ്പിനേഷൻ ഇരിക്കുമ്പം നമുക്കുണ്ടാകുന്ന ഒരു പകപ്പുണ്ട്. അതിനൊന്നും ആള് ഭയങ്കര നമ്മളെ കംഫർട്ടബിൾ ആക്കിയിട്ട് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. ആൻഡ് ഇറ്റ് ഈസ് സച്ച് എ ബ്ലെസ്സിങ് ടു വർക്ക് ഓപ്പോസിറ്റ് ഓഫ് ഹിം. അതൊരു ഭയങ്കര ബ്ലെസ്സിങ്. പിന്നെ ആസ് ആൻ ഓഡിയൻസ് മലയാളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പാറ്റേണും, പിന്നെ മമ്മൂക്കായെ പോലും മഹാനടൻ്റെ വേറൊരു നടന വിസ്മയം അല്ലേ? അദ്ദേഹത്തിന് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പാറ്റേൺ. അതിന് ഓപ്പോസിറ്റ് വർക്ക് ചെയ്തതോ വിനായകനെ പോലെ മറ്റൊരു നടനും. രണ്ടുപേരും കട്ടയ്ക്ക് തന്നെ നിന്നിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് മമ്മൂക്കയുടെ ആ ഒരു എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പേഴ്സണലി ഫീൽ ചെയ്യണം. അതൊരു വർത്ത് വാച്ചിങ് മൂവിയാണെന്ന് ഞാൻ പറയും. താങ്ക് യു സോ മച്ച്. ഈ നായക പ്രതിനായക സങ്കല്പങ്ങളൊക്കെ മാറുകയാണല്ലോ. ഇനി അങ്ങോട്ടേക്ക് ഒരു വില്ലനെ ആഘോഷിക്കപ്പെടും. പ്രതിനായകൻ എന്ന് പറയുന്നതിനകത്ത് തന്നെ ഒരു നായകനുണ്ടല്ലോ അല്ലേ? അങ്ങനെ വേണ്ടേ? അപ്പോൾ ഒരു നായകനെ എന്തുമാത്രം നമ്മൾ ഹൈപ്പ് ചെയ്യുന്നോ അതിൻ്റെ ഇരട്ടി ഹൈപ്പ് ചെയ്യും വില്ലൻ. അപ്പോഴാണ് നായകൻ കുറച്ചും കൂടി ലിഫ്റ്റപ്പ് ചെയ്യുന്നത് അല്ലേ? അപ്പം നായകനും വില്ലനും എനിക്ക് കുറേ നാളുകളായിട്ട് വില്ലൻ നമ്മൾ നോക്കിയിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. പണ്ടത്തെ പോലെ വന്നു പോകുന്നതല്ലല്ലോ. അപ്പം മമ്മൂക്ക അത് ചെയ്യുമ്പോൾ പറയണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഇത്രയും വലിയൊരു കടോര വില്ലനായിട്ട് പോലും നമുക്കൊരു ഇഷ്ടം ഉണ്ട് ഇല്ലേ? ദാറ്റ്സ് വാട്ട്. അതാണ് മമ്മൂക്കയുടെ ഒരു വിസ്മയം. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മളിപ്പോഴാണ് മൂവി സ്റ്റോറി കംപ്ലീറ്റ് ആയിട്ട് കേൾക്കുന്നത്. എല്ലാവർക്കും സെപ്പറേറ്റ് ഷൂട്ടായിരുന്നുകൊണ്ട് കണക്ട് ചെയ്ത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് തിയേറ്ററിൽ വന്നപ്പം ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആണ് മമ്മൂക്കയുടെ കൂടെ ഒരു നായികയായിട്ട് വരാൻ പറ്റിയത്. പറഞ്ഞ പോലെ ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, എൻ്റെ ഫസ്റ്റ് മൂവി കണ്ണൂർ സ്ക്വാഡാണ്. അതിനകത്ത് ഞാനിങ്ങനെ മമ്മൂക്കയുടെ ഓപ്പോസിറ്റ് ചാടി വീണ് അവിടെ നിന്ന് ഇവിടെ എത്തി മമ്മൂക്കയുടെ ഒരു നായികയായിട്ട് നിൽക്കുമ്പോൾ ഭയങ്കര പ്രൗഡായിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. മമ്മൂട്ടി കമ്പനി ഭയങ്കര അടിപൊളി പെർഫോമൻസ് ആണ്. നമ്മൾ ആസ് യൂഷ്വൽ നമുക്കറിയാം മമ്മൂക്കയും വിനായകൻ്റെ ഒക്കെ പെർഫോമൻസ് എങ്ങനെയാണെന്ന്. പക്ഷേ ഇത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വേറെ രണ്ട് ആൾക്കാരാണ്. അവരെ തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. ഡിഫറെൻ്റ് ആയിട്ടൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് മൂവി കണ്ടു കഴിഞ്ഞിട്ട്. ഞാനിപ്പോൾ പടം കണ്ടിട്ട് ഇറങ്ങിയതാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ലൈക്ക് സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും എവിടെയാണ് നമ്മൾ ഈച്ച് ഓഫ് അസ് എവിടെയാണ് പ്ലേസ്ഡ് അയക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ എല്ലാം ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ആൻഡ് പെർഫോമൻസ് വൈസ് ഇത് കാണുമ്പോഴത്തേക്കിന് ലാസ്റ്റിൽ വന്ന് ഒരു ബിഗ് കേക്ക് ആസ് എ ട്രീറ്റ് തന്ന പോലെ ഉണ്ട്. അപ്പം ഭയങ്കര ഹാപ്പിയാണ് തിയേറ്ററിൽ വന്ന് കളങ്കാവിൽ എക്സ്പീരിയൻസ് ചെയ്യാം. ഓരോരുത്തർക്കും ഓരോ ട്രീറ്റ്മെന്റിലൂടെയാണ് ക്യാരക്ടർ പോകുന്നത്. ആ ഒരു ക്യാരക്ടറിന് പീക്ക് ലെവലിൽ ക്ലൈമാക്സും ഉണ്ട്. ഇതൊരു തിയേറ്ററിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷകളോടെ കണ്ടാണ്. അപ്പോൾ ഒരു ഓഡിയൻസിന്റെ മുന്നിൽ ഇപ്പോൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് വളരെ മനോഹരമായിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഓഡിയൻസിന്റെ മുന്നിൽ ഈ ഒരു പെർഫോമൻസ് കാണുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എൻ്റെ പെർഫോമൻസ് ആണോ അതോ ഓവറോൾ പെർഫോമൻസ് എനിക്കിഷ്ടപ്പെട്ടു. എന്നുവെച്ചാൽ എനിക്ക് ബാക്കി ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ പറയുവാണെങ്കിൽ എനിക്ക് അറിയില്ല അവരുടെ ഇനിയും ഞാൻ വർക്ക്സ് കാണാനുണ്ട്. ബട്ട് ഓവറോൾ എനിക്ക് ആൾക്കാരുടെ പെർഫോമൻസ് എല്ലാം ഇതിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ മമ്മൂക്കും വിനായകനും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ പെർഫോമൻസ്. പേഴ്സണലി ആസ് എൻ ഓഡിയൻസ് കണ്ടുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന്, അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പല സീനുകളിലും വളരെയധികം കയ്യടികളും അല്ലെങ്കിൽ ആർപ്പുകളികളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഹൊറർ അല്ല, ഒരു നെഗറ്റീവ് മൂവീസിന് ഇത്രയും കയ്യടി കിട്ടുന്നത് വളരെ ചുരുക്കമാണ്. ആ ഒരു ഫീലൊക്കെ ഒരു കാസ്റ്റിൽ നിൽക്കുന്ന ഒരു ക്രൂ മെമ്പർ എന്ന നിലയിൽ എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ ആ നെഗറ്റീവ് ക്യാരക്ടർ അത്രയും ആപ്റ്റായിട്ട് അവിടെ പ്ലേസ്ഡ് ആയെന്നുള്ളതാണ്. ആൾക്കാർക്ക് അത് അത്രയും ഹിറ്റ് ആയെന്നുള്ളതാണ്. അപ്പം ആസ് എൻ ആക്ടറും ആസ് എൻ ഓഡിയൻസ് ഇത് കാണുമ്പോഴും ഭയങ്കര ഹാപ്പിനെസ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മമ്മൂക്കാൻ്റെ ഒപ്പമാണ് സീൻ, ഒറ്റ സീനുള്ളൂ. ആ സീൻ മമ്മൂക്കാൻ്റെ ഒപ്പമാണ്. നമ്മളെപ്പോഴും മമ്മൂക്കാൻ്റെ ഒപ്പം ചോദിക്കുന്നത് അദ്ദേഹം തരുന്ന ലെസൺസ് ആണ്. കാരണം ലെജൻഡറി ആക്ടർ അതൊരു നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യുമ്പോൾ ആ ഒരു സീൻ ഫുള്ളായിട്ട് നിൽക്കുക. അതെങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ് വിത്ത് മമ്മൂക്ക? അതത്ര ഷോർട്ടായിട്ടൊന്നും പറയാൻ പറ്റില്ല. ബട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ആസ് എൻ ആക്ടർ ആ സ്പേസ് തരിക, നമ്മളവിടെ പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഇനി അങ്ങനത്തെ ഒരു സ്പേസ് കെട്ടിക്കൊണ്ടിരിക്കട്ടെ.